ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം, അതായത് ജൂൺ 26-ാം തീയതി 27-ാം തീയതി സംതിങ് ആണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് തന്നെ ബിഗ് ബഡ്ജറ്റ് മൂവിയായിട്ട് വരാൻ പോകുന്ന നമ്മുടെ കൽക്കി 2989 AD എന്നുള്ളൊരു മൂവിയുടെ ഒരു പ്രില്യൂഡ് പോലത്തെ ഒരു ആനിമേറ്റഡ് സീരീസ് ഇപ്പോൾ നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് അതിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എടുത്ത് പറയാം, ആനിമേഷൻ വൈസ് ആയാലും, അതായത് ഇപ്പോൾ ഒരു മൂവിക്ക് വേണ്ടി ഒരു ആനിമേറ്റഡ് സീരീസ് ഇറക്കുന്നത് എൻ്റെ അറിവിൽ, അതായത് ഒരു ഇന്ത്യൻ മൂവി എന്നുള്ള രീതിയിൽ എൻ്റെ അറിവിൽ ഇത് തന്നെയാണ് ഫസ്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 എപ്പിസോഡാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനിയും വരാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ട്രെയിലറിനകത്ത് വിട്ടിട്ടുള്ള കുറച്ച് ഫുട്ടേജസ് ഒന്നും ഇതുവരെയും കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എപ്പിസോഡ് റിലീസ് ആവാനുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു മൂവി, അതായത് കൽക്കി എന്നുള്ള ഒരു മൂവി നടക്കുന്ന ഒരു 3-4 വർഷത്തിന് മുന്നേ നടക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇത് കാണിക്കുന്നത്. അതായത് ഈ ഒരു പടത്തിനകത്തൂടെ കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു റോബോട്ട്, ബുജ്ജി എന്നുള്ളൊരു റോബോട്ടിനെ ബേസ് ചെയ്തിട്ടും, അതേപോലെ തന്നെ നമ്മുടെ അതിനകത്ത് പ്രഭാസിൻ്റെ ക്യാരക്ടറായിട്ട് വരാൻ പോകുന്ന ഭൈരവ എന്നുള്ള ക്യാരക്ടറിൻ്റെയും ആ ഒരു റിലേഷൻ എങ്ങനെ ഡെവലപ്പായിട്ട് വന്ന്, അതായത് ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടിയത്, അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഒരു ആനിമേറ്റഡ് സ്റ്റൈലിലാണ് അവർ ഈ ഒരു സീരീസിൽ കൂടെ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഭൈരവ എന്നുള്ള ക്യാരക്ടർ ആരാണ്, ആ ഒരു വേൾഡിൽ എന്ത് ചെയ്ത് ജീവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെയൊക്കെ പറ്റി ബേസിക്കായിട്ട് കുറച്ച് സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ കൂടെ അവർ കാണിച്ചു പോകുന്നത്. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ എങ്ങനെയൊക്കെ ആയിരിക്കും, അതേപോലെ ആ ഒരു കലിയുഗം, നമ്മൾ ആ ഒരു പുരാണത്തിനകത്തൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു കാലത്തിൽ നമ്മുടെ ആ ഒരു വേൾഡ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു വേൾഡ് ബിൽഡിങ്ങിൽ കൂടെ തന്നെയാണ് ഈ ഒരു സീരീസിൽ കൂടെ അവർ കാണിച്ചും തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പടം റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങളൊക്കെ പടത്തിൽ കാണിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അതായത് ഈ ഒരു കാർ, അല്ലെങ്കിൽ ഈ ഒരു കാർ ബിൽഡ് ചെയ്തതിൻ്റെ ആ ഒരു ഇവരുടെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ആനിമേറ്റഡ് സീരീസ് ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു പോയെങ്കിലും അത് മൂവിക്കകത്ത് കാണിക്കാൻ സാധ്യത കാണുന്നില്ല. കാരണം അതൊന്നും മൂവിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു പ്രിലോഡ് എന്നുള്ള രീതിയിൽ ഒരു ആനിമേറ്റഡ് സ്റ്റൈലിൽ അവർ ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിനുശേഷം നമ്മളിനി പറയാൻ പോകുന്നത് ഈ ഒരു സീരീസിൻ്റെ കുറച്ച് സ്പോയിലറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരു സീരീസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സ്പോയിലർ കുഴപ്പമില്ല, കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതും കൂടെയാണ്. അപ്പോൾ അടുത്തൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഒരു ബുജ്ജി എന്നുള്ള ഈ ഒരു പേര്, അല്ലെങ്കിൽ ഈ ഒരു റോബോട്ടിൻ്റെ ആ ഒരു ഒറിജിൻ, അല്ലെങ്കിൽ ഈ ഒരു റോബോട്ട് എവിടെ നിന്ന് വരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ കൽക്കി മൂവിയുടെ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് നമ്മുടെ ഭൈരവ എന്നുള്ള ക്യാരക്ടർ, അത് നമ്മുടെ പ്രഭാസിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് മിക്കവാറും ഈ ഒരു റോബോട്ടിനെ കൊണ്ടുവരുന്നത് നമ്മൾ വിചാരിച്ച. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഇച്ചിരി ഡാർക്കായിട്ടുള്ള സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ക്യാരക്ടർ വന്നിരിക്കുന്നത് ഈ ഒരു പടത്തിനകത്തുള്ള മെയിൻ വില്ലൻ ടീമിൻ്റെ സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്, അതായത് ബുജ്ജി എന്നല്ല, അത് നമ്മുടെ ഭൈരവ എന്നുള്ള ഒരു ക്യാരക്ടർ വിളിക്കുന്നൊരു പേരാണ് ബുജ്ജി. അല്ലാതെ ഈ ഒരു റോബോട്ടിൻ്റെ ഒരു ഒറിജിനൽ നെയിമിലോട്ട് വരുമ്പോഴത്തേക്ക് BUJC01 എന്നുള്ളൊരു പേരിലാണ് ഈ ഒരു റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റാർ വാർസ് സീരീസൊക്കെ കാണുന്നവർക്കറിയാം, അതിനകത്ത് റോബോട്ടുകൾക്ക് ഈ ഒരു ടൈപ്പിലുള്ള പേരും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സ്റ്റാർ വാർ യൂണിവേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു സിമിലർ നെയിമിംഗ് രീതിയൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ഫ്യൂച്ചറിലുള്ള ഇന്ത്യയുടെ ആ ഒരു ടെക്നോളജി വൈസായിട്ടുള്ള വളർച്ച, അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഫ്യൂച്ചറിൽ ഈ ഒരു കാണിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു വേൾഡാണ് ഇവിടെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് മനുഷ്യർ എങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു ഫ്യൂച്ചർ ലോകത്തോടെ ഇവർ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നല്ലോണം ഈ ഒരു സീരീസിനകത്തോടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം എടുത്ത് പറയേണ്ടത് നമ്മുടെ പ്രഭാസിൻ്റെ ഈ ഒരു ക്യാരക്ടർ കൽക്കി എന്നുള്ളൊരു ക്യാരക്ടറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് എല്ലാവരും ഭൈരവ എന്നുള്ളൊരു പേരിലാണ് വിളിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു സീരീസിനകത്ത് ഒരു ബൗണ്ടി ഹണ്ടറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു നാട്ടിൽ തലയ്ക്ക് വിലയിട്ട കുറച്ച് കള്ളന്മാരെ ആദ്യം പിടിക്കുന്ന ആരാണോ അവർക്ക് ആ ഒരു ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്രഭാസിനെ കാണിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പ്രഭാസ് മാത്രമല്ല ഈ ഒരു ബൗണ്ടി ഹണ്ടറായിട്ടുള്ളത്. ആ ഒരു സിറ്റിയിൽ നിറച്ച് ബൗണ്ടി ഹണ്ടേഴ്സ് ഉണ്ട്. അപ്പം അതിനൊക്കെ വിലയിടുന്ന ആൾക്കാർ ആരാണോ, അപ്പോൾ അവരെ ഇപ്പോൾ ആദ്യം പിടിക്കുന്നവർക്കായിരിക്കും ആ ഒരു ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മത്സരം തന്നെയാണ് ആ ഒരു ഫ്യൂച്ചറിൽ സമയത്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ പ്രഭാസിൻ്റെ ഭൈരവ എന്നുള്ള ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഒരു വേൾഡിനെ സേവ് ചെയ്യാൻ പോകുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും മൂവി സൈഡിനകത്തൂടെ കാണിക്കാൻ പോകുന്നത്. പിന്നീട് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിലുള്ള ആ ഒരു ഡാർക്ക് വേൾഡിനെ പറ്റി നല്ലോണം അവരെടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് മനുഷ്യർ ഓക്സിജൻ മാസ്കൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് നല്ലോണം ഇതിനകത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇതിനകത്തൊരു ഡയലോഗിൽ പറയുന്നുണ്ട്, അതായത് ആ സമയത്തുള്ള നമ്മുടെ എയർ, അതായത് ഫ്രഷ് എയർ, അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്, വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല. അവിടെ അത്യാവശ്യം
ജീവിച്ച് പോകേണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർക്ക് മനുഷ്യർക്ക് കിട്ടുന്നുള്ളൂ. അല്ലാത്ത ഈ നമ്മുടെ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ അങ്ങനെയുള്ള പല വെജിറ്റേറിയൻ സംഭവങ്ങളും അതേപോലെ തന്നെ ഫ്രഷ് മീറ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു വേറൊരു ടീം അല്ലെങ്കിൽ ഒരു വലിയൊരു എംപയർ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇത് ഷിപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ അവരെ ഹണ്ട് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ അവർ ഷെയർ ഇട്ട് കഴിക്കുന്ന രീതിയിലേക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഒരു വേൾഡ് മാറിയ രീതിയിലാണ് ഇതിനകത്തെടുത്ത് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പുരാണത്തിൽ പറയുന്ന പോലെ തന്നെ ആ ഒരു കലിയുഗം എങ്ങനെയാണോ ആ ഒരു സംഭവം കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഫുഡും വാട്ടറൊന്നും കിട്ടാത്ത ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ ആ ഒരു അവസ്ഥ ഈ ഒരു 2989 AD എന്നുള്ള ആ ഒരു ടൈം ലൈനിൽ നടക്കുന്ന പോലെ എടുത്ത് കാണിച്ചിട്ടുള്ള മൊത്തത്തിൽ നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് സ്റ്റൈലും എനിക്ക് ഏകദേശം നമ്മുടെ സ്റ്റാർ വാർസിൻ്റെയൊക്കെ ചില ആനിമേഷൻ സീരീസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സിമിലർ ആയിട്ടുള്ള ചെറിയ സംഭവങ്ങൾ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ടോട്ടലി നല്ല ക്വാളിറ്റി വൈസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോയ്ക്കകത്ത് ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് എന്നുള്ള 3 ലാംഗ്വേജിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സ്പാനിഷ് എന്നുള്ള ഒരു ലാംഗ്വേജും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ചിലപ്പം തമിഴും മലയാളമൊക്കെ ആഡ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ കറൻറ്റ്ലി മലയാളം തമിഴൊന്നും ഇല്ല. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് ഈ ഒരു 3 ലാംഗ്വേജ് മാത്രമേ ഇപ്പോൾ പ്രൈം വീഡിയോയിലുള്ളൂ. അപ്പം മറ്റ് ലാംഗ്വേജ് അതായത് തെലുങ്കും ഇതൊന്നും അറിയാത്തവർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് ട്രൈ ചെയ്യാം. അടിപൊളി ഡബ്ബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷാണ് കണ്ടത്. അപ്പോൾ കണ്ടവരുടെ അഭിപ്രായം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതേപോലെയുള്ള ഫ്യൂച്ചർ മൂവി സീരീസും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ വെച്ചിരുന്നാൽ ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.